ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, പലരും ഓരോരോ കൃഷി ചെയ്ത് അത് വിളവെടുക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ മുമ്പ് കാലത്ത് എൻ്റെ ഉമ്മ എൻ്റെ വീട്ടിൽ ഒരുവിധം പച്ചക്കറികളൊക്കെ നട്ട് പിടിപ്പിക്കാറുണ്ടായിരുന്നേ. അന്നത്തെ കാലത്തൊക്കെ യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പം ലക്ഷങ്ങൾ വാരിയേനെ. ഏതായാലും നമ്മുടെ വീട്ടിലും വലുതല്ലാതെ ചെറുതായിട്ട് കൃഷിയുണ്ട്, അതും ജലവളം ഇടാത്ത കൃഷിയാട്ടോ. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, നിങ്ങളൊക്കെ എന്നെ വിളിക്കുന്ന ഒരേ ഒരു പേരാണ് വാഴ. ആ വാഴ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്ന് വിചാരിച്ച് അരുണ് വാഴയാണെന്ന് വിചാരിക്കരുത് കേട്ടോ. അരുണ് എന്താണെന്നുള്ളത് ആ വെട്ടുന്ന വാഴൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കൂട്ട് കിടക്കുന്നുണ്ട്, അതുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം തുളസി നുള്ളാൻ വേണ്ടിയിട്ട് പോയപ്പോഴാണ് അങ്ങനൊരു വാഴക്കൊല അവിടെ കിടക്കുന്ന കാര്യം എൻ്റെ കണ്ണിൽ തന്നെ പെടുന്നത്. അപ്പോൾ ആ വാഴ വെട്ടുന്ന ഒരു വാഴ മറ്റൊരു വാഴയെ വെട്ടുന്ന ഒരു സീനാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോണത്. നടക്കുവായേ വായ വെട്ടുവായേ, ഇതിലെ നടക്ക്, ഇതില്ല. കഴിഞ്ഞ ദിവസം ഒരു കൊല വെട്ടിയിട്ടുണ്ടായിരുന്നു, നിങ്ങളൊക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. ദോ കിടക്കുന്നു, വായ കിടക്കുന്നു. ഇത് കൃഷ്ണ തുളസിയോ കരിന്തുളസിയോ? ആരും ഒന്നും ഇങ്ങോട്ട് നോക്കിയാ. ഇത് കൃഷ്ണ. ഒരാൾ മെസ്സേജ് അയച്ചു, അത് കരിന്തുളസിയാണ്, ആയുർവേദത്തിന് മാത്രം എടുക്കുന്നത്. ഇത് നോർമൽ തുളസി ഇവിടെ തന്നെ കിടക്കുന്നു. ദേ കിടക്കുന്ന അരുണിന്റെ ഫ്രണ്ട്സ്. അരുൺ നിന്റെ ഫ്രണ്ടടാ, അതാടാ. ഒന്നെന്റെ വാപ്പേ. അരുണിന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് യാതൊരു മൈൻഡും ഇല്ലാത്ത അരുൺ. ഇത് വിറ്റാഞ്ഞാ പൈസ കിട്ടൂടാ? പൈസ കിട്ടും, വലിയ പൈസ കിട്ടും. അല്ലെങ്കിൽ ഉണ്ണിയേട്ടനോട് അങ്ങനെ ചോദിക്കാണ്ടിട്ടോ, കുറച്ച് കയറ്റി വെട്ടിക്കോളൂ. പോകുമ്പോ ചോദിച്ചാ മതി. നാടൻ കൊല പോലെ ആരും അങ്ങനെ എടുക്കലില്ല. എന്താണ് ഓന് പണ്ടേ കൊല വെട്ടി ശീലമുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? നല്ല വെയിറ്റ് ഉണ്ട്. 10 കിലോ, 15 കിലോ, 20 കിലോ. എന്റെ മക്കളെ, ആഴ്ചക്ക് നന്നേൻ്റെ അതിൽ എനിക്ക് ഇവിടെ കൊല വെട്ടാനുണ്ടാവാറുണ്ട്. അടുക്കളയിൽ വെച്ചാ ആ കാറ അവിടെ എത്തിക്കോട്ടെ, മറക്കേരിയല്ലേ വെക്കും. അപ്പം ആഴ്ചക്ക് എന്ന് പറഞ്ഞതിൻ്റെ അതിൽ എനിക്ക് കൊല വെട്ടാനുണ്ടാവാറുണ്ട്. ജസ്റ്റ് ഒന്നൊന്ന് റൗണ്ട് അടിക്കട്ടെ. അവിടെ ഉണ്ടായിരുന്നൊരു കൊല. അതൊക്കെ മൈസൂർ കൊല തന്നെയാ ഇവിടെയുണ്ട്. ഇതൊക്കെ മൈസൂരി കൊല തന്നെയാണ്. ആരൂ ഒന്നുകൂടി വരണം. അയ്യോ, ഒന്നുകൂടി വരണം. കൊല വെട്ടാണ്ട് നിന്നിട്ട് ഇതാ പഴുത്ത് തിന്ന് തീർന്നു പോയി. ഇവിടെ കൊല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. തിന്ന് തീർന്നത്. അടുത്തതാ തിന്ന് തീർന്നതാ. നാന്നിങ് വെട്ടിക്കോ. വാഴ തീർന്നിട്ടതാ. അല്ലോ, 2 കൊലയാണ് ഗൈസ് തിന്ന് തീർന്നു പോയത്. അത് വേറെ ആട്ടോ പഴം. ഈ അലവലാതിക്കായിരുന്നു നേരം നോക്കിയാലും തുമ്മല. ഇതെങ്ങനെയാ കണ്ണുപെടാതിരുന്നത്? കിട്ടുവോ ആശാനെ? അന്ന് മറ്റേ കൊല വെട്ടി അന്ന് നോക്കിയതും ഇല്ല നമ്മള്. അയ്യോ, നാട്ടിൽ നോക്കി ലാസ്റ്റ് ഒരു പടല മാത്രം ബാലൻസ്. അച്ചോടാ, ഇത് നോക്കിയ ഗൈസ് ഒന്നായിട്ട് തിന്ന്. ആ പടല മാത്രം ചെത്തിയെടുക്ക്. അല്ലേ വേണോ? ആ പടല മാത്രം ചെത്തിയെടുക്ക്, ബാക്കിയൊന്നും എടുക്കല്ലേ. എല്ലാവർക്കും കിട്ടാത്ത ഒരു ബുദ്ധിമുട്ട്, ഇവിടെ ഉണ്ടായിട്ട് എടുക്കാത്തൊരു പ്രശ്നം. രണ്ടെണ്ണോടി എടുത്തോ, 2 എണ്ണമായിട്ട് അത് മതി. ഒരു പടല മാത്രം കേട്ടോ നമ്മളിപ്പോൾ എടുത്തത്. ഇത് മാത്രമേ കിട്ടിയുള്ളൂ. ഒന്നിതാ ഫുള്ളായിട്ട് തിന്നുപോയി. ഇതാ മക്കളെ,
നിങ്ങളിത് കാണുമ്പോൾ എന്തായാലും എനിക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുമെന്നറിയാം, ദുഷ്ടാന്ന് പറഞ്ഞിട്ട്. വേറെ ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ നോക്കാറില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.